قال رحمه الله باب بيان شيء من أنواع السحر. ബാബ് ബയാനി ഷൈഇൻ മിൻ അൻവാഇ സിഹർ. കഴിഞ്ഞ ദർസിൽ നമ്മൾ സിഹറുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഹുക്കുമും അതുപോലെ തന്നെ അതിൻ്റെ ഖുതൂറത്ത്, അതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ബാബിൽ പറഞ്ഞത്. തയ്യിബ്. മാ ഹദ്ദു സാഹിർ. സാഹിറിനുള്ള ശിക്ഷ എന്താണ്? അന്നഹു യുഖ്തൽ. ഈ സാഹിർ യഹൂദിയാണെങ്കിലോ യുഖ്തൽ അല സഹീഹ്, സാഹിർ വധിക്കപ്പെടണം. യഹൂദിയാകട്ടെ യഹൂദി അല്ലാത്തവനാകട്ടെ. ഈ ബാബിൽ ബാബു ബയാനി ഷൈഇൻ മിൻ അൻവാഇ സിഹർ, സിഹറിന്റെ ചില ഇനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. قال أحمد وهو الإمام أحمد إمام السنة أحمد بن محمد بن حنبل قال أحمد حدثنا محمد بن جعفر لقبه ഗുന്ദർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹദ്ദിസാണ് അദ്ദേഹം, മുഹമ്മദ് ബിൻ ജഅഫർ. മുഹദ്ദിസീങ്ങളിൽ 7 പേര് ഇതേ പേരിൽ അറിയപ്പെടുന്നുണ്ട്, മുഹമ്മദ് ബിൻ ജഅഫർ. അവരിൽ 5 പേരുടെയും ലഖബ് ഗുന്ദർ എന്നാണ്. അല്ലദീന ഇസ്മുഹും മുഹമ്മദ് ബിൻ ജഅഫർ, മുഹമ്മദ് ബിൻ ജഅഫർ എന്നറിയപ്പെടുന്ന മുഹദ്ദിസീങ്ങൾ 7 പേരാണ്. അവരിൽ 5 പേരുടെയും ലഖബ് ഗുന്ദർ എന്നാണ്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളത് ഇദ്ദേഹമാണ്, മുഹമ്മദ് ബിൻ ജഅഫർ ഷെയ്ഖുൽ ഇമാമി അഹ്മദ്. ഇമാം അഹ്മദിന്റെ ഷെയ്ഖായിട്ടുള്ള ഇദ്ദേഹമാണ് ഏറ്റവും അറിയപ്പെട്ടിട്ടുള്ളത്. قال حدثنا عوف بن أبي جميلة عن حيان ابن العلاء حدثنا قطن بن قبيصة عن أبيه أنه سمع النبي صلى الله عليه وسلم قال إن العيافة والطرق والطيرة من الجبت. ഇന്നൽ അയ്യാഫ വത്തർഖ വത്തിയറ, ഈ 3 എണ്ണം ജിബ്തിൽപ്പെട്ടതാണ്. അൽ ജിബ്ത് മഅന സിഹർ. അയ്യാഫ, അൽ അയ്യാഫ വത്തർഖ വത്തിയറ. طيب. قال عوف العيافة زجر الطير. എന്താണ് അയ്യാഫ എന്ന് പറഞ്ഞാൽ? قال زجر الطير, زجر الطير, അതായത് പക്ഷിയുടെ ആ പറക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. പക്ഷി പറക്കുന്ന രൂപം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പക്ഷി പറക്കുന്നത്, കിഴക്കോട്ടാണോ പടിഞ്ഞാറാണോ, അല്ലെങ്കിൽ പക്ഷിയുടെ എണ്ണം, ഇത്ര 2 പക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ അത് ദൗർഭാഗ്യം വരാൻ പോകുന്നുണ്ട്, അങ്ങനെയുള്ള ഭാഗ്യം സംസാരിക്കുക, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക പക്ഷികളെ വെച്ചുകൊണ്ട്. അതാണ് അയ്യാഫ. അൽ അയ്യാഫത്തു സജ്റു തൈർ വത്തർഖു അൽ ഖത്തു യഖത്തു ബിൽ അർദ്. ത്വർക്ക് പറഞ്ഞാൽ നിലത്ത് വരക്കുന്ന വരകളാണ്, അല്ലെങ്കിൽ കള്ളികൾ വരയ്ക്കും, എന്നിട്ട് അതിലേക്ക് കല്ലുകൾ എറിയും. ഇപ്പൊ ഏത് കള്ളിയിലാണ്, എങ്ങനെയാണ് ആ കല്ലുകൾ അവിടെ വീണത്, അതിന്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും, ഭാവി പറയും. വൽ ജിബ്തു ഖാലൽ ഹസൻ റന്നത്തു ശൈത്താൻ, ശൈത്താനിന്റെ മണിനാദം, അതാണ് ജിബ്ത് എന്ന് പറഞ്ഞാൽ. قال إسناده جيد ولأبي داود والنسائي وابن حبان في صحيحه المسند منه. طيب. وأن العيافة
വത്തർഖ വത്തുയറ മിനൽ ജിബ്ത് ഐ മിനസ് സിഹർ. ഈ മൂന്ന് ഇനങ്ങളും സിഹറിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. വഖദ് ഖാല അല്ലാഹു തആല യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. അൽ ജിബ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് അൽ ഹസൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റന്നത്തു ഷൈത്താൻ, ഷൈത്താനിന്റെ മണിനാഥമാണ്. അതല്ല, നമ്മൾ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ജിബ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്. അതിൽപ്പെട്ടതാണ് സിഹർ. ഫഅൽ ജിബ്തു നൗഅൻ മിൻ അൻവാഇ സിഹർ. ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹറിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ്. ഖാല ബഅദുഹും അൽ ജിബ്തു أعظم ما يطلق على السحر الجبت هو السحر نفسه وهذا هو الأقرب والله أعلم. طيب. قال ولأبي داود والنسائي وابن حبان في صحيحه المسند منه. قال وعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من اقتبس شعبة من النجوم فقد اقتبس شعبة من السحر زاد ما زاد. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. من اقتبس شعبة من النجوم أي من تعلم شعبة من النجوم, നക്ഷത്രങ്ങളെ പറ്റി അതിന്റെ ഏതെങ്കിലും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ ഭാഗത്തെക്കുറിച്ച് ആരെങ്കിലും പഠിച്ചാൽ, അതിന്റെ ഇൽമ ആരെങ്കിലും കരസ്ഥമാക്കുകയാണെങ്കിൽ ഫഖദ് ഇഖ്തബസ ശുഅബതൻ മിന സിഹർ, സിഹറിന്റെ ഇനങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ സിഹറിന്റെ ഇൽമിൽപ്പെട്ടതിന്റെ ചില ഭാഗമാണ് അവൻ പഠിച്ചിട്ടുള്ളത്. സാദ മാ സാദ്, അതായത് ആ നക്ഷത്രങ്ങളെ കുറിച്ചിട്ടുള്ള ആ പഠനം എത്ര കണ്ടവൻ വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് അവന്റെ തിന്മയും വർദ്ധിക്കും. റവാഹു അബൂ ദാവൂദ് വഇസ്നാദുഹു സഹീഹ് വഹാദൽ ഹദീസ് സഹീഹുൻ സനദുഹു ഖവി. അപ്പോൾ നക്ഷത്രങ്ങളെ കുറിച്ചിട്ടുള്ള ഈ പഠനത്തിനാണ് എന്ത് പറയാം? അത്തൻജീം, തൻജീം. അപ്പൊ ആദ്യത്തെ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് സിഹറിന്റെ ഒരു ഇനത്തെ കുറിച്ചാണ്. ഇസ്തിഅമാലുൽ ജിബ്ത്, ഇസ്തിഅമാലുൽ ജിബ്ത്, അതായത് അൽ അയാഫ വത്തർഖ് വത്തുയറ, ഇതിന് മൊത്തത്തിൽ ജിബ്ത് എന്ന് പറയും. അതാണ് ആദ്യത്തെ ഹദീസിൽ പറഞ്ഞത്. അത് റന്നത്തു ഷൈത്താനാണെന്ന് പറഞ്ഞു, ഷൈത്താനിന്റെ മണിനാഥമാണ്. വഹാദിഹി കുല്ലുഹാ മിൻ അൻവാഇ സിഹർ. وذكر في الحديث الثاني عن ابن عباس التنجيم استعمال النجوم. രണ്ടാമത്തെ ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് നക്ഷത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. അതാണ് തൻജീം എന്ന് പറയാം. അതും സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. പിന്നെ നക്ഷത്രങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം, ആരെങ്കിലും അതിലെന്താണ് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ, അതിന്റെ എന്തെങ്കിലും ഒരു ശാഖ അല്ലെങ്കിൽ കുറച്ച് ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അവൻ സിഹറിന്റെ ഒരു ഭാഗമാണ് പഠിച്ചിട്ടുള്ളത്. എത്ര കണ്ട് അതിന്റെ പഠനം വർദ്ധിപ്പിക്കുന്നു അത് അത്ര കണ്ട് അവന്റെ തിന്മയും വർദ്ധിക്കും. ഫത്തൻജീമു ശുഅബത്തുൻ മിൻ ശുഅബി സിഹർ. ഇപ്പൊ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ഈ പഠനം അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പഠനം അത് സിഹറിൽപ്പെട്ടതാണ്. ലാക്കിൻ മാ ഹുവ തൻജീം അല്ലദീ യുഖദ് മിൻ ഇൽമി നുജൂമി മിൻ അൻവാഇ സിഹർ. സിഹറിന്റെ ഇനത്തിൽപ്പെട്ട ഇനം എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോ സിഹറിന്റെ ഇനമായിട്ടുള്ള ഇനത്തിൽപ്പെട്ട നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനമുണ്ട്. അതാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള സിഹറിന്റെ ഇനത്തിൽപ്പെട്ടത്. التنجيم هو أن يستدل بالحوادث الفلكية على الحوادث الأرضية. هذا تنجيم. തൻജീം എന്ന് പറഞ്ഞാൽ ഈ ആകാശത്ത് അല്ലെങ്കിൽ ഗോളങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങൾ, നക്ഷത്രങ്ങളുടെ സ്ഥാനം, ആ സ്ഥാനം നോക്കി അതിന് ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളുമായിക്കൊണ്ട് അതിനെ തെളിവാക്കുക. പിന്നെ നക്ഷത്രം ഇന്ന സ്ഥലത്ത് വന്നതുകൊണ്ടാണ് ഭൂമിയിൽ ഈ സംഭവം നടന്നത്. ഈ സംഭവം നടക്കാൻ കാരണം ഈ നക്ഷത്രം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് വന്നതുകൊണ്ടാണ്.
ഇങ്ങനെ ഈ ഗോളങ്ങളുമായി അല്ലെങ്കിൽ ആകാശത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങളുടെയും മറ്റും ഗോളങ്ങളുടെയും ഒക്കെ തെളിവാക്കിക്കൊണ്ട് ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളുമായി കൊണ്ട് അതിനെ ബന്ധിപ്പിക്കുകയും അതിനെ തെളിവാക്കുകയും ചെയ്യും. അതിനാണ് തൻജീം എന്ന് പറയാം. ഇതാണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളുടെ പഠനം. أما كونك تتعلم أن هذه النجوم نجوم زراعة وهذه النجوم يعني تعرف بها الطريق وهذه النجوم تعرف بها القبلة. നേരെ മറിച്ച് നക്ഷത്രങ്ങളെ അടയാളമാക്കിക്കൊണ്ട് ഈ നക്ഷത്രം ആകാശത്ത് കാണപ്പെട്ടാൽ ഇത് കൃഷി ഇറക്കാനുള്ള സമയമാണ്, ഈ നക്ഷത്രം വഴി കാണിക്കുന്ന അതിനെ ഉപയോഗിക്കുന്ന സംഗതിയാണ്, അതുപോലെ തന്നെ ഈ നക്ഷത്രം ഖിബിലയെ സൂചിപ്പിക്കുന്നതാണ്, ഖിബില ഏത് ഭാഗത്താണെന്നതിന് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് ഖിബില ഏത് ഭാഗത്താണെന്ന് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ തണുപ്പിന്റെ സമയം വരാറായിരിക്കുന്നു, അതുപോലെ ചൂടിന്റെ സമയം, അങ്ങനെ കാലാവസ്ഥ, അതേപോലെ തന്നെ ഇതുപോലെയുള്ള കാലങ്ങളുടെ മാറ്റം, ഉഷ്ണകാലം, ശൈത്യകാലം, അതേപോലെ ഈ നക്ഷത്രങ്ങളുടെ സ്ഥാനം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ നിശ്ചയിക്കുക, അത് തെറ്റല്ല. ഹാദാ ലാ ബഅസ ബിഹ. ഈ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. തൻജീം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗോളങ്ങളിലൊക്കെ നടക്കുന്ന മാറ്റങ്ങൾ അതിന്റെ സ്ഥാനം നോക്കിക്കൊണ്ട് ഭൂമിയിലെ സംഭവമായിക്കൊണ്ട് അതിന് തെളിവാക്കുക, അതാണ് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടത്. നേരെ മറിച്ച് നക്ഷത്രങ്ങളെ വെച്ച് ദിശ മനസ്സിലാക്കാനും അല്ലെങ്കിൽ കടലിലെ പ്രത്യേകിച്ച് കടലിലൊക്കെ യാത്ര ചെയ്യുന്ന കപ്പൽ യാത്ര ചെയ്യുന്ന ആളുകൾ ദിശ മനസ്സിലാക്കാൻ വേണ്ടി അതിനെ ഉപയോഗിക്കുക. അപ്പോൾ ആ നക്ഷത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കിക്കൊണ്ട് തണുപ്പ് കാലം വരാനായിട്ടുണ്ട് അല്ലെങ്കിൽ ചൂടുകാലം വരാനായിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് എന്തല്ല, തെറ്റല്ല. قال الله عز وجل وعلامات وبالنجم هم يهتدون وبالنجم هم يهتدون. അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങൾ എന്താക്കിയിട്ടുണ്ട്? വഴിയടയാളങ്ങളാക്കിയിട്ടുണ്ട്. വഴി അറിയാനുള്ള, ദിശയറിയാനുള്ള അടയാളങ്ങളാക്കി അല്ലാഹു തആല നക്ഷത്രങ്ങളെ മാറ്റിയിട്ടുണ്ട്. വബിന്നജ്മി ഹും യഹ്തദൂൻ, നക്ഷത്രം മുഖേന അവർ വഴി കണ്ടെത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ, നുജൂമുകളെ സൃഷ്ടിച്ചിട്ടുള്ളതിന് പിന്നിൽ 3 ഉദ്ദേശങ്ങളാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ അന്നുജൂം ലിസലാസതി ഉമൂരിൻ ഖുലിഖത്, 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നക്ഷത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഒന്നാമത്തത് എന്താണ്? ലിസീന ലിസ്സമ, ആകാശങ്ങൾക്ക് അലങ്കാരമായിക്കൊണ്ട്. പിന്നെ രണ്ടാമത്തത് റുജൂമൻ ലിശയാത്തീൻ, ശൈത്താനുകളെ എറിയുന്നതിന് വേണ്ടി. പിന്നെ മൂന്നാമത്തത് മസാബിഹ് യഹ്തദി ബിഹൽ മുസാഫിർ, യാത്രക്കാരുടെ വഴി കാണിക്കുന്ന വഴിവിളക്കായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ. വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തുള്ള നക്ഷത്രങ്ങളെ വഴി കാണിക്കുന്ന വഴിയടയാളങ്ങളാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ആ നക്ഷത്രങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കലും പഠിക്കലും എന്തല്ല, ഈ പറയുന്ന സിഹ്റിന്റെ ഇനത്തിൽപ്പെട്ടതല്ല. فجعلها مما يستدل به على الحوادث الأرضية كأني أرى نجما ويستدل به على أن فلان سيموت أو أبوه سيموت. നേരെ മറിച്ച് ഒരു വ്യക്തി പറയാണ്, ഞാൻ ആകാശത്ത് ഇന്ന നക്ഷത്രത്തെ കാണുന്നു, അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഭൂമിയിൽ ഇന്ന വ്യക്തി അവന്റെ മരണം അടുത്തിട്ടുണ്ട്, അവൻ മരിക്കാൻ പോകുന്നു എന്നതിന് തെളിവാണ് എന്നൊരാൾ പറയും. അല്ലെങ്കിൽ പറയാണ് ഔ യറാ നജ്മ യഖൂൽ നജ്മുക കദ, ഒരു നക്ഷത്രത്തെ കാണിച്ചുകൊണ്ട് അത് നിന്റെ നക്ഷത്രമാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ നക്ഷത്രം. ഹാദാ തൻജീം ഹുവ അല്ലദീ ഹുവ ശുഅബത്തുൻ മിൻ ശുഅബിസ് സിഹ്ർ, ഇതാണ് സിഹ്റിന്റെ ഇനത്തിൽപ്പെട്ട തൻജീം എന്ന് പറയുന്നത്. ثم قال رحمه الله وللنسائي من حديث أبي هريرة رضي الله عنه
من عقد عقدة ثم نفث فيها فقد سحر ومن سحر فقد أشرك ومن تعلق شيئا وكل إليه. النسائي من حديث أبي هريرة رضي الله عنه. أبو هريرة رضي الله عنه حديث. ومن عقد عقدة ആരാണ് ഒരു കെട്ട് കെട്ടിയത്, നൂല് കൊണ്ട് അല്ലെങ്കിൽ കയറ് കൊണ്ടൊരു കെട്ട് കെട്ടുകയും ثم نفث فيها പിന്നെ അതിലേക്ക് ഊതുകയും ചെയ്തു, ഫഖദ് സഹറ അങ്ങനെയെങ്കിൽ അവൻ തീർച്ചയായും സിഹ്ർ ചെയ്തിരിക്കുന്നു. വമൻ സഹറ ആര് ശിർക്ക് ചെയ്തോ ഫഖദ് അശ്റക അവൻ സിഹ്ർ ചെയ്തിരിക്കുന്നു. വമൻ സഹറ ഫഖദ് അശ്റക ആര് സിഹ്ർ ചെയ്തുവോ തീർച്ചയായും അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. വമൻ തഅല്ലഖ ശൈഅൻ ആരാണ് ഒരു കാര്യത്തെ അവന്റെ കയ്യിൽ ബന്ധിപ്പിച്ചത് അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ ഏലസോ ഉറുക്കോ ഉഖില ഇലൈഹി അതിലേക്ക് അവൻ ബരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതിനെ അവൻ തഅല്ലുഖ് ചെയ്തിരിക്കുന്നു. ഖാല വമൻ അഖദ ഉഖദതൻ അവിടെ മുതൽ ഫഖദ് അശ്റക വരെ, അത് വരെയുള്ളത് ളഈഫാണ്. വമൻ സഹറ ഫഖദ് അശ്റക ഈ ഹദീസിന്റെ സനദിൽ വരുന്ന ഹസൻ, അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് കേട്ടിട്ടില്ല. അതേപോലെ തന്നെ സനദിലുള്ള മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ അബി ലൈല, അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത് സയ്യുൽ ഹിഫ്ദിന്റെ കാര്യത്തിൽ അദ്ദേഹം മോശമാണ്. പിന്നെ അതിന് ശേഷം വരുന്ന വമൻ തഅല്ലഖ ശൈഅൻ വക്കില ഇലൈഹി ലഹു ഷവാഹിദ് ഖദ് യസിഹു ബിഹ, ആ ഒരു ലഫ്സ് അത്രയും ഭാഗം അതിനെ സഹിയാക്കുന്ന തരത്തിലുള്ള ഷവാഹിദുകൾ വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. മിൻ ഖൗലിഹി വമൻ തഅല്ലഖ ശൈഅൻ വക്കില ഇലൈഹി ലഹു ഷവാഹിദ്. പക്ഷെ മൊത്തത്തിൽ ഇതിന്റെ മഅന സഹീഹാണ്. മൻ അഖദ ഉഖദതൻ ثم نفث فيها فقد سحر. ആരെങ്കിലും കയറുകൊണ്ടോ നൂലുകൊണ്ടോ ഒരു കെട്ട് കെട്ടുകയും എന്നിട്ട് അതിലേക്ക് ഊതുകയും ചെയ്താൽ തീർച്ചയായും അവൻ സിഹ്ർ ചെയ്തിരിക്കുന്നു. വമൻ സഹറ ഫഖദ് അശ്റക് ആര് സിഹ്ർ ചെയ്തുവോ തീർച്ചയായും അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. قال وعن ابن مسعود رضي الله عنه أن رسول الله صلى الله عليه وسلم قال ألا هل أنبئكم ما العضه هي النميمة القالة بين الناس. رواه مسلم. ابن مسعود رضي الله عنه عبد الله بن مسعود رضي الله عنه reporting the hadith. قال صلى الله عليه وسلم ألا هل أنبئكم ما العضه عضه എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ. قال هي النميمة അത് നമീമത്താണ്. القالة بين الناس ജനങ്ങൾക്കിടയിലുള്ള സംസാരം. القالة والقيل. എന്താണ് അദ്ഹു എന്ന് പറഞ്ഞാൽ ബറക്കല്ലാഹു ഫീക്കും ഹുവൽ ബുഹ്ത് ഷൈഉൻ കാന യഅമലുഹു ബഅദു സഹറ, ചില സാഹിറന്മാർ ചെയ്തിരുന്ന പ്രവൃത്തിയാണ്, അതാണ് അൽ അദ്ഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബികളോട് പറയുകയാണ്, അലാ ഹൽ ഉനബ്ബിയുക്കും അൽ അദ്ഹു, അദ്ഹു എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അതായത് മാ ഹുവ അല്ലദീ യുഫർരിഖു ബൈന الناس ഹഖീഖതൻ ഐ അശദ്ദു മിന സിഹ്ർ, സിഹ്റിനേക്കാളും കഠിനമായി ജനങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ വേർപിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ വേർപിരിക്കുക, അതുപോലെ തന്നെ രണ്ട് സ്നേഹിതന്മാരെ തമ്മിൽ വേർപിരിക്കുക, രണ്ട് ചങ്ങാതിമാരെ തമ്മിൽ വേർപിരിക്കുക, ഒരു സഹോദരൻ മറ്റൊരു സഹോദരന്റെ ഇടയിൽ വേർപിരിക്കുക. അശദ്ദു മിന സിഹ്ർ, സിഹ്റിനേക്കാളും അശദ്ദാണ്, അതാണ് അന്നമീമ. ഖാലു നഅം യാ റസൂലല്ലാഹ് ഖാല അന്നമീമ അൽഖാലതു ബൈന الناس. അപ്പോൾ നമീമത്ത് എന്ന് പറഞ്ഞാൽ അത് സിഹ്റിനേക്കാളും അശദ്ദാണ്. طيب فكما أن الساحر يفرق بين الرجل وزوجته وبين الأخ وأخيه وبين الرجل وأبيه وبين الرجل وابنه, ഒരു സാഹിർ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യും, ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ പിരിക്കും. അതേപോലെ തന്നെ ഒരാളെയും അവന്റെ സഹോദരൻ തമ്മിൽ ഇടയിൽ തെറ്റിച്ച് അവർ വേർപിരിക്കും.
അതേപോലെ തന്നെ ഒരു വ്യക്തിയും അവന്റെ പിതാവിനും തമ്മിൽ വേർതിരിക്കും. അതേപോലെ മകനും പിതാവും തമ്മിൽ വേർപിരിയും. ഇതെല്ലാം സാഹിർ ചെയ്യുന്ന സംഗതികളാണ്. അതേപോലെ തന്നെയാണ് എന്ത് അൽ അദ്ഹു വഹിയൻ നമീമ. അദ്ഹു എന്ന് പറയുന്നത് അതായത് നമീമത്ത്. തുഫർരിഖു ബൈനൽ അഖ്വാഖി വൽ മർഅതു വസൗജിഹ. സിഹിർ ചെയ്യുന്ന അതേ പ്രവൃത്തി, സാഹിർ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ് ഈ നമീമത്തും ചെയ്യുന്നത്. രണ്ടുപേർ തമ്മിൽ വേർപിരിക്കുക, ഭാര്യയും ഭർത്താവിനും തമ്മിൽ വേർപിരിക്കുക. അല്ലദീ യസ്ആ ബിൻ നമീമ വയുഗ്ലു സദ്റൻ ഹാദാ അലാ ഹാദാ യഅമലു മാ ലാ യഅമലുഹു അസ്സഹറ ഫീ ഹാദൽ ബാബ് ഫഹാദാ അൻ-നൗ മിൻ അൻവാഇ സിഹ്ർ വഹുവൽ അദ്ഹ്. അപ്പോൾ ഈ അദ്ഹ് എന്ന് പറയുന്ന നമീമത്ത് എന്ന് പറയുന്നത് സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. കാരണം എന്താണ്? നമീമത്ത് സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതാണ് പറയാനുള്ള കാരണം എന്താണ്? സാഹിർ ചെയ്യുന്ന അല്ലെങ്കിൽ സിഹിർ ചെയ്യുന്ന അതേ പണിയാണ് നമീമത്തും ചെയ്യുന്നത്. അപ്പോൾ സിഹിർ ചെയ്യുന്ന ഒരു വ്യക്തി സാഹിറാണെങ്കിൽ നമീമത്ത് ചെയ്യുന്ന ഒരു വ്യക്തി, അതായത് നമ്മാം ആരാണ്? സാഹിറാണ്. നമ്മാം സാഹിറാണ്. ഏതർത്ഥത്തിൽ? ആ വ്യക്തി കാഫിറായി പോകുന്നുള്ള അർത്ഥത്തിലല്ല, നേരെ മറിച്ച് ചെയ്യുന്ന അമല് അടിസ്ഥാനത്തിൽ ഒരേ അമലാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ഒരു പക്ഷേ സാഹിറിന് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഒരു നമ്മാമിന് ചെയ്യാൻ പറ്റും, അതും കുറഞ്ഞ സമയം കൊണ്ട്. ഇപ്പൊ ചില ആൾക്കാർക്ക് ഭാര്യ ഭർത്താവിനെ തമ്മിൽ വേർപിരിക്കാൻ വേണ്ടി നമീമത്ത് പറഞ്ഞ ഒരു 5 മിനിറ്റ് മതി. സാഹിറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഈ ശൈത്താന്റെ സഹായം തേടി, അതുപോലെ ഒരു ചിലപ്പോൾ ദബ്ഹ് നടത്തേണ്ടി വരും, അറവ് നടത്തേണ്ടി വരും, അതിന് സാമ്പത്തികമായ ചെലവ് വരും. അതേപോലെ തന്നെ ഈ സംഗതി എവിടെയും കൊണ്ടുപോയി കുഴിച്ചിടേണ്ടി വരും. അങ്ങനെ ഒരുപാട് സമയം ചിലപ്പോൾ ചെലവഴിക്കേണ്ടി വരും സാഹിറിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ നമ്മാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നാവ് കൊണ്ടുള്ള ചെറിയ സംസാരം മതി ഈ സാഹിർ ചെയ്യുന്ന അതേ പണി ചെയ്യാൻ. അപ്പോ നമീമത്ത് എന്ന് പറയുന്നത് സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മാം എന്ന് പറയുന്നത് സാഹിറാണ്. ഏതർത്ഥത്തിലാണ്? അവന്റെ ഹുക്കുമിന്റെ കാര്യത്തിലല്ല, നേരെ മറിച്ച് ചെയ്യുന്ന പണിയുടെ കാര്യത്തിൽ. അപ്പൊ നമീമത്തിന് ഹുക്കും എന്താണ്? കുഫ്റാണോ ഹറാമാണോ? നമീമ ഹറാം, കബീറത്തുൻ മിൻ കബായിരിദ് ദുനൂബ് വലൈസ ബികുഫ്ർ വഹുവ മിൻ അസ്ബാബി ദുഖൂലിൻ നാർ. നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള സബബിൽപ്പെട്ടതാണ് അന്നമീമ. قال عليه الصلاة والسلام لا يدخل الجنة نمام رواه البخاري ومسلم عن حذيفة رضي الله عنه. رسول الله صلى الله عليه وسلم പറഞ്ഞു لا يدخل الجنة نمام. നമീമത്ത് പറയുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ലിമാദാ ഹുരിമത് അലൈഹിൽ ജന്ന. എന്തുകൊണ്ടാണ് സ്വർഗ്ഗം അവന്റെ മേലെ ഹറാമാക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് സ്വർഗ്ഗം അവന്റെ മേലെ ഹറാമാക്കപ്പെട്ടത്? ലിഅന്നഹു യഅമലു അമല സഹറ. ലിഅന്നഹു യഅമൽ അമല സഹറ യുഫർരിഖു ബൈനൻ നാസ്. കാരണം സാഹിർ ചെയ്യുന്ന പ്രവൃത്തി അവൻ ചെയ്തു, ജനങ്ങളെ തമ്മിൽ തെറ്റിച്ചു, ഭാര്യയും ഭർത്താവിനെ തമ്മിൽ തെറ്റിച്ചു. ഈ സാഹിർ ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് അവൻ ചെയ്യുന്നത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. നമ്മാം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ഹൽ ലാ യദ്ഖുലുൽ ജന്ന അബദൻ, അതായത് ഒരിക്കലും നമീമത്ത് പറയുന്നവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണോ? ഖീല ലാ യദ്ഖുലുഹാ ദുഖൂലൻ അവലിയൻ ഇദാ കാന മുസ്ലിമൻ. ആ നമീമത്ത് പറഞ്ഞവൻ മുസ്ലിം ആണെങ്കിൽ ഏറ്റവും ആദ്യമായി കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല. അതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. വഖീല ലാ യദ്ഖുലുഹാ ഇദാ ഇസ്തഹല്ല നമീമ. ഇനി നമീമത്ത് ഹലാലാക്കിയല്ല, ഈ നമീമത്ത് പറയല് അനുവദനീയമാണ് എന്നാണ് അവൻ വിശ്വസിക്കുന്നത് എങ്കിൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല. എന്തുകൊണ്ട്? കാരണം ഒരു മഅസിയത്തിനെ അവൻ ഹലാലാക്കി. ഫൈനഹു യക്ഫുർ, ആ കാരണം കൊണ്ട് അവൻ കാഫിറായി തീരും. ഫൈനഹു യക്ഫുർ ലിഅന്നഹു ഇസ്തഹല്ലൽ മഅസിയ ഫഹാദാ കാഫിർ. അപ്പൊ നമീമത്ത് പറയുന്ന ഒരു വ്യക്തി മുസ്ലിം ആണെങ്കിൽ ഏറ്റവും ആദ്യമായി കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നതല്ല. രണ്ടാമത്തത്, അവൻ നമീമത്ത് പറയുന്നു, അതോടൊപ്പം അതിനെ എന്ത് ചെയ്യണു? ഹലാലായി കാണുന്നു. അല്ലെങ്കിൽ നമീമത്ത് പറയുന്നില്ല, ആ തിന്മ ഹലാലാണെന്ന് വിശ്വസിച്ചാൽ മതി. ആ തിന്മ നമീമത്ത് പറയല് ജായിസാണ്, അത് ഹലാലാണെന്ന് വിശ്വസിച്ചാൽ അവൻ അതുകൊണ്ട് തന്നെ കാഫിറായി തീരും. കാരണം ഒരു മഅസിയത്തിനെയാണ് അവൻ അനുവദനീയമാക്കിയത്. قال رحمه الله ولهما عن ابن عمر رضي الله عنهما
أن رسول الله صلى الله عليه وسلم قال إن من البيان لسحرا ولهما أهما എന്നുള്ളത് എങ്ങോട്ടാണ് മടങ്ങുന്നത് ളമീർ ഹുമാ എന്നുള്ള ളമീർ ഇതിലേക്കാണ് മടങ്ങുന്നത് ഇല ശൈഖൈൻ ഇല البخاري ومسلم البخاري ومسلم ولهما عن ابن عمر رضي الله عنه ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും. പക്ഷേ സ്വഹീഹായിട്ടുള്ളത് ഇമാം ബുഖാരി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, എന്നാൽ മുസ്ലിം അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് മുഅല്ലിഫിന് പറഞ്ഞിട്ടുള്ള ഒരു ഖത്താണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ റസൂലിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു ഉമറാണ്. ആ ഹദീസാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ മുസ്ലിമിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തയ്യിബ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിനൽ ബയാനി ലസിഹ്റ, തീർച്ചയായും സംസാരത്തിൽ സിഹ്റുണ്ട്. ഇന്ന മിനൽ ബയാനി ലസിഹ്റ വഹാദ നൗ മിൻ അൻവാഇ സിഹ്ർ, ഇതും സിഹ്റിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇന്ന മിനൽ ബയാനി ലസിഹ്റ, സംസാരത്തിലുള്ള സിഹ്ർ. അതിന്റെ ഹുക്ം എന്താണ്? ഹറാമാണോ കുഫ്റാണോ? ഹറാമാണോ കുഫ്റാണോ? മുബാഹ്, അനുവദിക്കപ്പെട്ടതാണ്. വഖദ് യുസ്തഹബ്, അത് മുസ്തഹബായി തീരാം സംസാരത്തിലുള്ള ഈ സിഹ്ർ. മുബാഹുൻ വഖദ് യുസ്തഹബ്. ഇന്ന മിനൽ ബയാനി ലസിഹ്റ, എന്താണ് ഇന്ന മിനൽ ബയാനി ലസിഹ്റ എന്ന് പറഞ്ഞാൽ? സംസാരത്തിൽ ബയാനിൽ സിഹ്റുണ്ടെന്ന് പറഞ്ഞാൽ ഐ ബയാനുൽ കലാം വൽ ബലാഗ ഫിൽ ഖിതാബ്, നമ്മൾ സംസാരത്തിൽ വാചാലമായി സംസാരിക്കുക, വളരെ വ്യക്തമായി കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശം. ഇദാ കാന ഫീ തബയീനിൽ ഹഖ്, ഹക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ അത് ഹക്കാണ്. നേരെ മറിച്ച് ബാത്തിലിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ബാത്തിലാണ്. ഇപ്പൊ ചില ആളുകൾ സംസാരത്തിൽ അങ്ങേയറ്റം വാചാലരായി സംസാരിക്കും. കേട്ടുകഴിഞ്ഞാൽ എത്ര ബാത്തിലാണെങ്കിലും ഹക്കാണെന്ന് വിശ്വസിച്ചു പോകും. അത് ബാത്തിലിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ബാത്തിലാണ്. ഹക്കിന് വേണ്ടിയിട്ടാണ്, ഹക്ക് സംസാരിക്കാൻ, അത് ഹക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവൻ സംസാരിക്കുന്നത്. വാചാലമായിക്കൊണ്ട്, സ്ഫുടമായിക്കൊണ്ട്, നല്ല രീതിയിലുള്ള സംസാരം, എങ്കിലത് ഹക്കാണ്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ അത് മുസ്തഹബായി തീരും ആ നിലക്ക് സംസാരിക്കല്. യാനി യഅമലു അല്ലദീ യുബയ്യിൻ വയകൂനു ബലീഗൻ ഫിൽ ഖിതാബ് യുഅസ്സിറു അലന്നാസ് കമാ യുഅസ്സിറു അലൈഹിം മിനസ് സിഹ്ർ. എന്തുകൊണ്ടാണ് സിഹ്റിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് പറയാൻ കാരണം ഇത്തരത്തിലുള്ള സംസാരം ആ വ്യക്തിയുടെ ഹൃദയത്തിന് സ്വാധീനമുണ്ടാക്കും. ഏതുപോലെ? സാഹിറിന്റെ സിഹ്ർ ഒരാളുടെ ഹൃദയത്തിന് സ്വാധീനമുണ്ടാക്കുന്നത് പോലെ. പക്ഷേ ഇതെന്തല്ല, ഹുക്കുമിന്റെ കാര്യത്തിൽ അത് വ്യത്യാസമാണ്. ഇതിനാണ് ഉലമാക്കൾ പറയുക അസ്സിഹ്റുൽ ഹലാൽ, ഹലാലായിട്ടുള്ള സിഹ്ർ. അസ്സിഹ്റുൽ ഹലാൽ ഐ യഖൂലൂന ഹാദാ സിഹ്റുൽ ഹലാൽ ഇന്ന മിനൽ ബയാനി ലസിഹ്റ, ഹലാലായിട്ടുള്ള സിഹ്ർ. അസ്സിഹ്റുൽ ഹലാൽ യസ്തതീഉൽ ഇൻസാൻ അൻ യസ്ഹർ, ഇങ്ങനെ സിഹ്ർ ചെയ്യാന്നുള്ളത് ജൈസാണ്, ഹലാലാണ്. സാഹിബുഹു യസ്ഹർ സൗജതഹു ബിഖിതാബ് വഅദബ് ജം, തന്റെ ഭാര്യ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഭാര്യയോട് ഇതേപോലെ വാക്കുകളെ കൊണ്ട് സിഹ്ർ ചെയ്യാം. എന്ന് വെച്ചാൽ എന്താണ്? നല്ല ത്വയ്യിബായിട്ടുള്ള സംസാരിക്കുക, അവളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള സംസാരം, നല്ല അഖ്ലാഖ്, അതൊക്കെ ഇതിൽപ്പെട്ടതാണ്. വകദാലിക ബിഅഖ്ലാഖിൻ ഹസന വകലാമിൻ യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംസാരം, അതേപോലെ തന്നെ നല്ല അഖ്ലാഖോട് കൂടിയിട്ടുള്ള സംസാരം. വതസ്തതി അൻ തജഅൽ വാഹിദ് യുബ്ഗദുക ബികലാമിക സയ്യി വതസ്തതി അൻ തജഅൽ അഖാക യുഹിബ്ബുക ബിഅഖ്ലാഖിൽ ഹസന, നിന്നോട് ദേഷ്യമുള്ള ഒരു വ്യക്തി, നിന്റെ സഹോദരൻ, നിന്റെ കൂട്ടുകാരൻ, അവനെ നല്ല ഹസനായിട്ടുള്ള സ്വഭാവം കൊണ്ടും സംസാരം കൊണ്ടും അവനെ
നിനക്ക് സഹോദരനാക്കി മാറ്റാം, കൂട്ടുകാരനാക്കി മാറ്റാം. ഇതെല്ലാം ജായിസാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സംസാരം ജായിസാണ്. പ്രത്യേകിച്ച് മുസ്തഹബായി തീരും ഹക്ക് തബീൻ ചെയ്യുന്ന കാര്യത്തിൽ, ഹക്കാണ് ബയാൻ ചെയ്യുന്ന കാര്യത്തിൽ അത് ജനങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി ആ രീതിയിലുള്ള വാചാലമായിട്ടുള്ള സംസാരങ്ങളും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള സംസാരങ്ങളും അതൊക്കെ ഈ പറയുന്നതിന് പെട്ടതാണ്, മുസ്തഹബാകും ആ സമയത്ത്. അപ്പൊ ഈ ഒരു സംസാരത്തിന്റെ പേരിൽ ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യാം, ഹക്ക് പറയുന്നവനെ ബാത്തിലിന്റെ ആളാണെന്ന് വിചാരിക്കും. അതേപോലെ ബാത്തിലിന്റെ ആൾ ഹക്കിന്റെ ആളായിക്കൊണ്ട് വിചാരിക്കും. ഈ വിഷയത്തിൽ താബീർ ചെയ്യാൻ പറ്റാത്തതിന്റെ സാരത്തിൽ ചില ആളുകൾ, ഹക്കിന്റെ ആളുകളെ തന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സംസാരിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യും, അത് കൂടുതൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും, വാക്കുകൾ കൊണ്ട് വാചാലതയില്ലാത്തതുകൊണ്ട്. അപ്പൊ ആ സമയത്ത് അതേ സമയത്ത് ബാത്തിലിന്റെ ആളുകൾ എന്താണ്, വാചാലമായി കൊണ്ട് നല്ല ശൈലിയിൽ സംസാരിച്ച് ജനങ്ങളെ വഞ്ചിക്കും. അപ്പോൾ ഹക്കിന്റെ ആള് ബാത്തിലിന്റെ ആളായി തീരും, ബാത്തിലിന്റെ ആള് ജനങ്ങളുടെ മുന്നിൽ ഹക്കിന്റെ ആളായി തീരും. അപ്പൊ ആ സമയത്ത് ഇത്തരത്തിലുള്ള സംസാരം എന്താണ്, മുസ്തഹബായിട്ടുള്ളതാണ്. ഈ സിഹറിന്റെ ഇനങ്ങളിൽ നമ്മൾ പറഞ്ഞത് ചിലത് കുഫറാണ്, ചിലത് ഹറാമാണ്, ചിലത് മുസ്തഹബാണ്. അല്ല, ഏതാണ് കുഫറായിട്ടുള്ളത്? കുഫറായിട്ടുള്ളത് ഏതൊക്കെയാണ്? അൽ ഇയാഫ വത്തർഖ് വത്തിയറ, ആദ്യം പറഞ്ഞ 3 എണ്ണം. അതേപോലെ തൻജീം, ഇൽമുൻ നുജൂം, അത് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അതില് തൻജീമാണ് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടത്, കുഫറായിട്ടുള്ളത്. നേരെ മറിച്ച് അതിന്റെ ഇൽമ് എന്തിനു വേണ്ടിയിട്ട്, ഈ പറയുന്ന ദിശ അറിയാനും മറ്റും വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് എന്താണ്, ജായിസാണ്. പിന്നെ സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതാണ് ഏതാണ്, കെട്ടുകളിൽ ഊതുക, അത് കെട്ടുകൾ കെട്ടി അതിലേക്ക് ഊതുന്നത്, അത് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ അന്നമീമ അൽ അദ്ഹു, അന്നമീമ അതിന് ഹുക്കം എന്താണ്, ഹറാമാണ്. അന്നമീമ ഹറാം. പിന്നെ അവസാനം പറഞ്ഞത് ഇന്ന മിനൽ ബയാനി ലസിഹറ, സംസാരത്തിലുള്ള സിഹർ അത് ജായിസാണ്. فالعياف والطير والطرق من الجبت أي من السحر، وعلم النجوم نوع من أنواع السحر، والعقد مع النفذ كذلك إذا رأيت رجلا يعقد وينفذ بأخذ خيطا أو قرطاسا ثم يعقد وينفذ هذا من أفعال السحرة. ഏതൊരു വ്യക്തി നൂലെടുത്ത് കെട്ടി അതിലേക്ക് ഊതുന്നു കണ്ടാൽ മനസ്സിലാക്കുക അത് സാഹിറിന്റെ പ്രവൃത്തിയിൽപ്പെട്ടതാണ്. ഹത്താ ലൗ ഖാല ലനാ മാന സാഹിർ, ആ വ്യക്തി പറഞ്ഞു ഞാൻ സാഹിറല്ല എന്നവന് പറഞ്ഞാലും ശരി. കാരണം സാഹിറന്മാരെ സംബന്ധിച്ചിടത്തോളം അധികവും ജനങ്ങളുടെ ഇടയിൽ നമസ്കരിക്കുന്ന ആളായിരിക്കും. അതേപോലെ തന്നെ സംസാരിക്കുന്ന ഖുത്ബ പറയുന്ന ആളായിരിക്കാം, നോമ്പെടുക്കുന്ന ആളെ ലാഹിറിൽ നോമ്പെടുക്കും, നമസ്കരിക്കും, അതേപോലെ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. വഹും അക്സർ മിനൽ കുഫാർ. എന്നാൽ യഥാർത്ഥത്തിൽ അവരെങ്ങനെയാണ്, തജിദഹും ലാ യഗ്തസിലൂന മിനൽ ജനാബ, ജനാബത്തായി കഴിഞ്ഞാൽ കുളിക്കാത്ത ആളുകളാണ്. വലാ യത്തഖൂന അല്ലാഹ ഫീ ഖൽവതിഹിം, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലാഹു തആലയെ സൂക്ഷിക്കാത്ത, അല്ലാഹുവിനെ ഭയപ്പെടാത്ത ആളുകളാണ് അവർ. ബൽ യുശ്രികൂന ബില്ലാഹി വയതദറഊന ലിശയാത്തീൻ, എന്ന് മാത്രമല്ല അല്ലാഹു തആലയോട് ശിർക്ക് ചെയ്യുന്നവരും ശൈത്താനിനോട് അങ്ങേയറ്റം വിനയവും താഴ്മയും കീഴൊതുങ്ങിയിട്ടുള്ള ആളുകളാണ് സാഹിറന്മാർ. വഅദമൻ യസ്തഅമിലു സിഹർ, ഏറ്റവും കൂടുതലായി സിഹറിനെ ഉപയോഗിക്കുന്നത് ആരാണ്, ഏത് വിഭാഗം ആളുകളാണ്? അറാഫിദ വസ്സൂഫിയ്യ ഖാതലഹുമുല്ലാഹ്. റാഫിദികളും സൂഫികളുമാണ് ഏറ്റവും കൂടുതലും സിഹർ ഉപയോഗിക്കുന്ന വിഭാഗം. الرافضة والصوفية يجيزون السحر بل يوجبونه على أتباعه. ഈ റാഫിദകളും സൂഫികളും സിഹറിനെ ജായിസാക്കുക മാത്രമല്ല, നേരെ മറിച്ച് അത് വാജിബാക്കും. അവരെ പിൻപറ്റുന്ന ആളുടെ മേലെ, അവരുടെ അത്ബാഉടെ മേലെ അത് വാജിബാക്കും. യഖൂലു വാജിബ് അലൈക അൻ തസ്തഅമില സിഹർ, സിഹർ ഉപയോഗിക്കൽ, സിഹർ ചെയ്യൽ നിന്റെ മേലെ വാജിബാണെന്ന് പറയും. ലിമാദ, എന്തുകൊണ്ടാണ് പറയുന്നത്? ലിഅന്ന ഫീഹി ദഅവ, അവരുടെ അഭിപ്രായത്തിൽ അതിൽ ദഅവത്തുണ്ട്, അതിൽ ദഅവത്തുണ്ട്. ഐ മാ തസ്തതി അൻ യതഅസ്സറ ലന്നാസ് ഇല്ലാ ബിസിഹർ, ജനങ്ങളുടെ മേലെ അവർക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുകയില്ല സിഹർ കൊണ്ടല്ലാതെ. കാരണം എന്താണ്? കിതാബും സുന്നത്തും ഇല്ല, തെളിവുകളില്ല. പിന്നുള്ളത് ജനങ്ങളെ സിഹർ ചെയ്യൽ മാത്രമാണ്. അങ്ങനെ ജനങ്ങളെ അവരെ കൂടെ കൂട്ടാൻ സാധിക്കുകയുള്ളൂ.
അപ്പൊ അവര് അവരുടെ അച്ഛബാകളോട് പറയും, നിങ്ങളുടെ മേൽ സിഹർ ചെയ്യൽ നിങ്ങളുടെ മേൽക്ക് എന്താണ് വാജിബാണ്, നിർബന്ധമായിക്കൊണ്ട് സിഹർ ചെയ്യണം. لأنه ليس عندهم حجة ما يستطيعون أن يؤثروا على الناس إلا بالسحر. സിഹർ കൊണ്ടല്ലാതെ ജനങ്ങളുടെ മേലെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നതില്ല. അതുപോലെ തന്നെ നമ്മൾ നമീമ എന്ന് പറഞ്ഞു. ലഅന്നഹു തുഫർരിഖു ബൈനൻ നാസ്. എന്തുകൊണ്ടാണ് അത് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടാണെന്ന് പറയാൻ കാരണം അത് ജനങ്ങൾ തമ്മിൽ തെറ്റിക്കുന്നു. തുഫർരിഖു ബൈനൻ നാസ്. വൽ ഫസാഹ മിൻ അൻവാഇ സിഹർ ഹലാൽ. ഹലാലായ സിഹറിന്റെ ഇനത്തിൽപ്പെട്ടാണ് അൽ ഫസാഹ, സംസാരത്തിലുള്ള ഫസാഹ. അതുപോലെ തന്നെ എന്താണ് ബലീഗായിക്കൊണ്ട് സംസാരിക്കുക, വാചാലമായിക്കൊണ്ട്, ഇടമുറിയാതെ, അത്തരത്തിലുള്ള മനോഹരമായ സംസാരം. ബികലാം ത്വയ്യിബ്. കദാലിക ഫീഹി സുഖ്റുഫുൽ ഖൗൽ തസ്ദീൻ ലിബാത്തിലി. അതേപോലെ തന്നെ സംസാരത്തിൽ ബാത്തിലിനെ അലങ്കരിക്കാൻ വേണ്ടി, സംസാരത്തിൽ അലങ്കരിക്കും. ബാത്തിലിനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അതായത് ബാത്തിലിനൊരു വ്യക്തി അവന്റെ സംസാരം അലങ്കരിക്കും. എങ്ങനെ? എന്നിട്ട് പറയും, ഈ ആയത്തുകളൊക്കെ തെളിവാക്കും. അതുപോലെ ഹദീസുകൾ പറയും, സലഫുകളുടെ അഖ്വാലുകൾ പറയും. എല്ലാം എന്തായിരിക്കും? ബാത്തിലായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ ബാത്തിലിനെ അലങ്കരിക്കാൻ വേണ്ടി. സുഖ്റുഫുൽ ഖൗൽ. അല്ലാഹു തആല പറഞ്ഞതുപോലെ യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. ഭംഗി വാക്കുകൾ, ആലങ്കാരികമായിട്ട് കബളിപ്പിക്കുന്ന വാക്കുകൾ അവർ പരസ്പരം ദുർബോധനം ചെയ്യും. ഫീ സുഖ്റുഫിൽ ഖൗൽ തബീൻ ലിബാത്തിലിഹി വൽ ഹഖ് യഅ്തരി സുവ തഅബീരി. അങ്ങനെ ബാത്തിൽ സംസാരിക്കുന്ന വ്യക്തി ഇതേപോലെ അലങ്കരിച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? അവന്റെ ബാത്തിലായ സംസാരം ഹക്കാണെന്ന് വിചാരിച്ച് അത് സ്വീകരിക്കും. നേരെ മറിച്ച് ഹക്കിന്റെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അവന് പറഞ്ഞ് ഫലിപ്പിക്കാനും നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞ് ഫലിപ്പിക്കാനും ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല ഹക്ക്. പക്ഷെ അവൻ ഹക്കിന്റെ ആളാണെങ്കിൽ പോലും ആളുകൾ അവന് ബാത്തിലിന്റെ ആളായിക്കൊണ്ട് കണക്കാക്കും. തയ്യിബില്ലാഹുന സുബ്ഹാനക ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ഖാല റഹിമഹുല്ലാഹ്